ഇതിൽ 12 ജുമാഅത്ത് പള്ളികളാണുള്ളത്. മാട്ടൂലിലെ ആദ്യത്തെ നിസ്കാരപ്പള്ളി മാട്ടൂൽ ഗ്രാമീണ വായനശാലയ്ക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മാട്ടൂൽ പള്ളിയാണ്. എന്നാൽ ആദ്യത്തെ ജുമാഅത്ത് പള്ളി മാട്ടൂൽ നോർത്തിലെ വേദാമ്പ്രം പള്ളിയാണ്. ഫയ്യാമ്പർ എന്ന പേരിൽ നിന്നാണ് വേദാമ്പ്രം എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. ഫയ്യാമ്പർ എന്നതിന്റെ അർത്ഥം സന്ദേശവാഹകൻ എന്നാണ്. മതപ്രചരണത്തിന് വന്ന ഏതോ ഒരു പണ്ഡിതന്റെ ഓർമ്മയ്ക്കായിരിക്കാം ഈ പള്ളിക്ക് ഇങ്ങനെയൊരു പേര് വന്നത്. ഈ പള്ളിയിൽ മഹാനായ മർഹൂം കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ നീണ്ട വർഷക്കാലം 1950കളുടെ തുടക്കം വരെ മുദരിസായി ജോലി ചെയ്തിരുന്നു. ഇത് മാട്ടൂൽ സൗത്തിലെ മുഹിദ്ദീൻ പള്ളി. മാട്ടൂലിനെ ധന്യമാക്കിയ മഹാനായ പണ്ഡിതനായിരുന്ന മർഹൂം ഷെയ്ഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ 1934 മുതൽ 1941 വരെ ഇവിടുത്തെ മുഹ്ദാർ പള്ളി ദർസിന്റെ മുദരിസായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലത്താണ് പ്രശസ്ത പണ്ഡിതനായിരുന്ന മർഹൂം ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ കീഴിൽ പഠനം നടത്തുന്നത്. 1933 മുതൽ 1941 വരെ നമ്മുടെ കണ്ണിയത്ത് ഉസ്താദ് ദർസ് നടത്തിയ ഒരു സ്ഥലമായിരുന്നു. അന്ന് പിന്നീട് പ്രശസ്തനായ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ മൂപ്പരുടെ കീഴിലന്ന് പഠിച്ചതായിട്ടാണ്. ആ മഹാന്മാരായ പണ്ഡിത മഹത്തുക്കളുടെ പാദസ്പർശനമേറ്റ് അനുഗ്രഹീതമായ മണ്ണാണ് മാട്ടൂരിന്റേത്. ആ കാലത്ത് ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളും കണ്ണിയത്ത് ഉസ്താദിനെ വളരെ ബഹുമാനത്തോടുകൂടി കാണുകയും അദ്ദേഹത്തിന്റെ വാക്കുകളെ അങ്ങേയറ്റം മാനിക്കുകയും ചെയ്തിരുന്നുവത്രേ. ആ ജനങ്ങളിൽ അന്ന് അദ്ദേഹം വലിയൊരു ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ രീതിയിലും നാട്ടുകാരുടെ കാര്യങ്ങളിലേക്ക് അദ്ദേഹം പറഞ്ഞാൽ ആരും തള്ളുമായിരുന്നില്ല. അനാവശ്യമായ ഇടപെടലൊന്നും ഉണ്ടാവില്ലെങ്കിലും എന്തെങ്കിലും തർക്കങ്ങളോ ഒക്കെ വന്നാലും അതിനൊക്കെ പരിഹാരം കാണുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു മൂപ്പര ജോലിയായിട്ട് അധികം പോവുമെങ്കിലും നാട്ടുകാർക്കൊരു ഏറ്റവും വാക്കിന് വിലയുള്ള ഒരു വ്യക്തിയായിരുന്നു. വേലിക്കകത്ത് തറവാട്ടുകാരാൽ നടത്തി വന്നിരുന്ന ചെറിയ പള്ളി പിന്നീട് സബക്ക മുഹമ്മദ് ഹാജി എന്നവരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സിംഗപ്പൂർ പ്രവാസികളും സ്വദേശികളും കൂടി പുനർനിർമ്മിക്കുകയും മുഹിദ്ദീൻ ജുമാഅത്ത് പള്ളി കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇപ്പോൾ ഇതിന്റെ പരിപാലനം നടന്നുവരികയും ചെയ്യുന്നു. ഇതിന്റെ ഭരണമൊക്കെ വേലിക്കകത്ത് എന്ന് പറഞ്ഞ ഒരു തറവാട്ടുകാരാണ് നടത്തിയിരുന്നത്. ഏതാണ്ട് ഒരു 30 കൊല്ലം മുമ്പ് വരെ. പിന്നീട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ചില സ്ഥലങ്ങളൊക്കെ ഭൂപരിഷ്കരണ നിയമപ്രകാരം നഷ്ടപ്പെട്ടപ്പോൾ നാട്ടുകാരൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിക്ക് ആ മുത്തവല്ലി സ്ഥാനം അവർ വിട്ടു തന്നു. ഇപ്പോൾ കമ്മിറ്റിയാണ് പള്ളി ദർസ്. കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള പള്ളി ദർസുകളിൽ ഒന്നാണ് ഇത്. 100ൽ പരം വിദ്യാർത്ഥികൾ ഇന്നിവിടെ പഠനം നടത്തിവരുന്നു. യാ റബ്ബി ലാ തുഅ്തിനാ കസ്ലൻ വലാ വജ്റാ ഇൻദത്തിലാബി ഉലൂമിൽ ഖാലിഖിൽ ബശറാ نبر إله السماء قلب الغريب كما نبرت قلب إمام الناس غزالي وجد لنا كرما وارزق لنا علما كما رزقت إمام الناس شافعنا. മാട്ടൂലിലെ മറ്റു പ്രധാനപ്പെട്ട പള്ളികളിലൊന്നാണ് മാട്ടൂൽ സെൻട്രൽ ജുമാഅത്ത് പള്ളി. പ്രശസ്ത പണ്ഡിതനായിരുന്ന മർഹൂം ഐനിക്കാട് ഉസ്താദ് ഇവിടെ മുദ്രിസായി ദർസ് നടത്തിയിരുന്നു. കൂടാതെ ഈ ദേശത്തുകാരനായിരുന്ന മർഹൂം CM അബ്ദുറഹീം മൗലവി പതിറ്റാണ്ടുകളോളം ഈ പള്ളിയിൽ ഖത്തീബായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഇവിടുത്തെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ സുസമ്മതനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേത്. ഈ കാണുന്ന പാലത്തിൽ പുതുക്കി പണിതിട്ട് 58 കൊല്ലത്തെ പഴക്കമുണ്ട്. അതിനു മുമ്പ് പറഞ്ഞല്ലോ അവസാന പഴയ പള്ളിയാണ്. 58 കൊല്ലം. 58 കൊല്ലത്തിന് ശേഷം ജീർണിച്ചപ്പോൾ ഇതിന്റെ പരിസരങ്ങൾ അകത്ത് പൊളിക്കാതെ കണ്ട് പരിസരങ്ങളൊക്കെ പൊളിച്ച് ഈ കാണുന്ന ഈ മോഡലിൽ 2 കൊല്ലമായി ഉദ്ഘാടനം ചെയ്തു.
പ്രശസ്തമായ മാട്ടൂൽ ഒളിയങ്കര ജുമാഅത്ത് പള്ളി. മാഹിയിൽ നിന്നും ഇവിടെ വന്ന കുഞ്ഞമ്മി തങ്ങൾ അവர்களுടെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ പള്ളി. വലിയും ഷെയ്ഖുമായിരുന്ന കുഞ്ഞമ്മി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കുവാനായി മാഹിയിൽ പോയ ചെറിയ വേലിക്കകത്ത് കുഞ്ഞിപ്പോക്കറും അദ്ദേഹത്തിന്റെ സുഹൃത്തുമാണ് കുഞ്ഞമ്മി തങ്ങളെ മാട്ടൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറയപ്പെടുന്നു. അക്കാലം പൈശാചിക ഉപദ്രവം കൊണ്ട് മാട്ടൂൽ പ്രദേശം ബുദ്ധിമുട്ടുകയും പകൽ സമയത്തുപോലും പിശാചുക്കൾ ജനങ്ങളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അത്രേ. കൂടാതെ ദാരിദ്ര്യം കൊണ്ട് ജനം വലയുകയും കടൽ ജീവനക്കാർ ഏറ്റവും കൂടുതൽ പരാധീനത അനുഭവിക്കുകയും ചെയ്തിരുന്ന കാലം. ഈ അവസ്ഥകൾക്കൊക്കെ പരിഹാരം കാണുവാനായിട്ടാണത്രേ ഷെയ്ഖ് കുഞ്ഞമ്മി തങ്ങളെ ഇവർ ഈ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഷെയ്ഖ് കുഞ്ഞമ്മി തങ്ങൾക്ക് വേണ്ടി ഈ ദേശത്തുകാർ നിർമ്മിച്ചുകൊടുത്ത പള്ളിയാണ് ഒളിയങ്കര ജുമാഅത്ത് പള്ളി. മാട്ടൂലിലെ മറ്റ് പ്രധാനപ്പെട്ട പള്ളികളാണ് മാട്ടൂൽ തങ്ങളെ പള്ളിയും നോർത്തിലെ മൂസക്കാൻ പള്ളിയും. ഇത് തേക്കുംപാട് ജുമാഅത്ത് പള്ളി. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രദേശം. തേക്കുംപാട് ഒരു ദ്വീപാണ്. പ്രകൃതി രമണീയമായ ഒരു ദേശം കൂടിയാണ് തേക്കുംപാട്. മനോഹരമായ പുരാതന നിർമ്മിതി ശൈലി അതേപടി നിലനിർത്തിയിട്ടുള്ള മാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഏക മുസ്ലിം പള്ളിയാണിത്. പുരാതനമായ മിക്ക പള്ളികളും പിൽക്കാലത്ത് പുനർനിർമ്മിച്ചപ്പോഴും തേക്കുംപാട് ജുമാഅത്ത് പള്ളി അതിന്റെ പഴയകാല തനിമ അതേപടി നിലനിർത്തി ഇവിടുത്തുകാർ അത് സംരക്ഷിച്ചു വരികയാണ്. ഈ പള്ളിയുടെ നിർമ്മാണത്തിലെ ഒരു പ്രധാന പ്രത്യേകത കരിങ്കല്ലുകൾ കൊണ്ടുള്ള തൂണുകളാണ്. ആധുനിക യന്ത്രങ്ങളുടെ സഹായങ്ങളൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് വെറും മനുഷ്യന്റെ സാഹസികതയിൽ നിർമ്മിച്ചിട്ടുള്ളവയാണ് ഇത്. ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഒരാൾ ഇപ്പോഴും തേക്കുംപാട് ഗ്രാമത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ആദ്യം ഒരു ചെറിയ പള്ളിയാണ് ജുമാഅത്ത് പള്ളി. വളരെ പഴക്കം ചെന്നതിന് ശേഷം അത് പൊളിച്ചെടുക്കാൻ നാട്ടുകാർ തീരുമാനിച്ച് പള്ളി പൊളിച്ച് എടുക്കാൻ തുടങ്ങി. അതിൽ മണ്ണ് കടത്തിയിടുന്നതിൽ ഒന്ന് ഞാനും കൂടെ പെട്ട്. ഈ തറക്ക് മണ്ണിടാൻ വേണ്ടി അങ്ങനെ എന്റെ പ്രായക്കാർ തന്നെ ഈ മണ്ണ് കടത്തി വിടുന്നതും ഓടിക്കുന്നു. തറയിൽ ഒരുങ്ങി ഏതായാലും തൂണ് മേലെ കെട്ടണമല്ലോ, മേലെ പൊന്തിക്കണമല്ലോ. അതിന് 4 തൂണിന് പാലക്കോട് ഏൽപ്പിച്ച് 2 തൂണ് വളവട്ടണം പാണ്ടിക്കാരും ഉണ്ടാകും. 2 കരിങ്കലിന്റെ തൂണ്. 2 തൂണ് ഞങ്ങൾ ഇടുന്ന ഒരു 5-6 ആള് ചീന കൊണ്ടുപോയിട്ട് ആ ചീനയിൽ കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് പള്ളി എങ്ങനെങ്കിലും ഒരു 5-6 മാസത്തിനുള്ളിൽ പള്ളി പൂർത്തിയായി. 6 മാസമല്ല, 6 മാസമൊന്നും പോരാ, പള്ളി പൂർത്തിയായി. പിന്നെ വെള്ളിയാഴ്ച ജുമാ അങ്ങനെ നടക്കുന്നുണ്ട്. ആളെല്ലാം പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നുണ്ട്, പോകുന്നുണ്ട്. വേറെ വിശേഷങ്ങളൊന്നും പറയാനൊന്നുമില്ല. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മറ്റൊരു പ്രദേശമാണ് മടക്കര. തെക്കുംപാടിലെ പുതിയ പാലം വഴി മടക്കരയിൽ എത്തിച്ചേരാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പള്ളിയാണ് മടക്കര ജുമാഅത്ത് പള്ളി. ഈ പള്ളിയോട് ചേർന്ന് ഒരു മഖാമും സ്ഥിതി ചെയ്യുന്നുണ്ട്. 40 വർഷം മുൻപ് വരെയും മടക്കര മഖാം ഉറൂസ് എന്ന പേരിൽ പ്രസിദ്ധമായ ഉറൂസ് ഇവിടെ നടത്തപ്പെട്ടിരുന്നു.